കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15, 26 മുതൽ 16, 4 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും. അവിടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോ തൻ്റെ കുരിശുമരണത്തിലേക്കും പീഡാസഹനത്തിലേക്കും ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താൻ ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. തൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചില നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ചില വാഗ്ദാനങ്ങളാണ് ഈശോ എന്ന സുവിശേഷത്തിലൂടെ നൽകുക. നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ പിക്നിക്കിനൊക്കെ പോകുന്ന സമയത്ത്, ടൂറിനൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് അതല്ല എങ്കിൽ അവർക്ക് മൊബൈലോ അങ്ങനെയൊന്നും പേഴ്സണലായിട്ട് ഉണ്ടാകണമെന്നില്ല. പക്ഷേ പിക്നിക്കിനും ടൂറിനൊക്കെ പോകുന്ന സമയത്ത് പേരൻസ് ഒരു മൊബൈലൊക്കെ കൈ കൊടുത്തു വിടും. പോകുന്ന സമയത്ത് ഒത്തിരി ഉപദേശവും കൊടുക്കും. അതെ, ശ്രദ്ധിക്കണം കേട്ടാ, വടിയെന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാൽ മേടിച്ച് കഴിച്ചേക്കരുത് കേട്ടാ. മഴയൊക്കെയാണ്, വെള്ളം ഉള്ളോടത്തൊന്നും മലയും ഇതൊന്നും കയറാൻ നിന്നേക്കരുത്, സൂക്ഷിച്ചോളണം. അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയും. എന്നിട്ടാണ് ഇവരെ പറഞ്ഞ് ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂറിനും ഇതിനൊക്കെ വിടുക. വിദൂര ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞിട്ട്, അപകട സാധ്യതകളൊക്കെ പറഞ്ഞിട്ട് പറയും, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായ കയ്യിൽ ഫോണുണ്ടല്ലോ, വിളിച്ചോളണം. ഒരു ഉപദേശം കൂടി കൊടുക്കും. എന്തിനാ? ഒരു സഹായത്തിനായിട്ടൊരു ഫോണും കൂടി കൊടുക്കും. ഈശോ പറയാണ്, വരും നാളുകളിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടാൻ പോവുക. അപ്പോസ്തലന്മാരോട് പറയാണ്, നിങ്ങളിനി പീഡിപ്പിക്കപ്പെടാൻ പോവുക. നിങ്ങളിനി വല്ലാത്ത സഹനങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാം കടന്നു പോകാൻ പോവുക. അപ്രതീക്ഷിതമായ സഹനങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെ കാലഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പോവുക. കാരണം എന്താ? എൻ്റെ സാന്നിധ്യമില്ല. അപ്പോൾ വിദൂര ഭാവിയിൽ അപ്പോസ്തലന്മാർക്ക് സംഭവിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം പറയാണ്. സിനഗോഗുകളിൽ വെച്ച് നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഇതെല്ലാം പറയുമ്പോഴും ഈശോ ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ആശങ്കപ്പെടണ്ട, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു സഹായകനെ ഞാൻ തരും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സഹായകൻ നിങ്ങളെ സഹായിച്ചോളൂ. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും സഹായകൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ വന്നു, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാവും നാളെ. അപ്പോ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രത്യാശ നിറയ്ക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. പക്ഷെ നാളെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥപ്പെടേണ്ട. അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിൽ പ്രത്യാശ കൊണ്ട് പരിശുദ്ധാത്മാവ് നിറയ്ക്കും. റോമാ 5:5 നാം വായിക്കുന്നത് അത് തന്നെയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം പറയുന്നത്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിന്റെ നടുവിൽ നാളെ അപ്പസ്തോലന്മാർ നിൽക്കേണ്ടി വരുമ്പോൾ ഈശോ പറയാം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ പ്രത്യാശ കൊണ്ട് പരിശുദ്ധാത്മാവ് നിറച്ചോളും, മുന്നോട്ട് പോകാൻ പറ്റും.
നിരാശപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും അവിടെ ജീവിതം സ്റ്റക്കപ്പാവില്ല. നിങ്ങൾ മുന്നോട്ട് പോകാണെന്താ നിങ്ങൾക്ക് സഹായകനായി പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിൽ മുന്നോട്ട് പോകാൻ പ്രതീക്ഷ തരാൻ നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഇനി ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, വല്ലാതെ ഭയപ്പെടുന്ന അസ്വസ്ഥ അനുഭവപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈശോ പറയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം എന്താ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വചനങ്ങൾ വായിച്ചു പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നാം സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭയത്തിന്റെ ആത്മാവിനെ അല്ല നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. അപ്പോൾ ഭയപ്പെടാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലൂടെ നാളെ തന്റെ അപ്പസ്തോലന്മാർ കടന്നു പോകുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഈശോ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ഭയപ്പെടുന്ന അനുഭവങ്ങളുടെ മീതെ നിങ്ങൾ ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ ശക്തി തരും. അതുകൊണ്ടാണ് ഈശോ അപ്പസ്തോലന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആരംഭത്തിൽ 1:4 നാം വായിക്കുന്നുണ്ട്, ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തുടരാൻ പറഞ്ഞു. കാരണം എന്താ? ഇനിയും കൊണ്ട് പീഡനങ്ങളുടെ കാലഘട്ടം, ഇനിയും കൊണ്ട് സഹനങ്ങളുടെ കാലഘട്ടം. ഈ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വരാൻ പോകുന്ന ദുരനുഭവങ്ങളിൽ സുവിശേഷത്തെ പ്രതി ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ, യേശുവിന് സാക്ഷിയാകാൻ തുടങ്ങുമ്പോൾ കടന്നു പോകേണ്ടി വരുന്ന തകർച്ചകളിലും പീഡനങ്ങളിലും പിടിച്ചു നിൽക്കാൻ അവർക്ക് ശക്തി വേണം. അത് ഈ ഉന്നതത്തിൽ നിന്നും കിട്ടണ ഈ ശക്തി, ഇതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരിക്കാനാണ് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. വല്ലാത്ത ജീവിതത്തിന്റെ ചില അസ്വസ്ഥതകളുടെയും സങ്കടങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ദുഃഖിച്ചിരിക്കുമ്പോ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഭയപ്പെട്ടിരിക്കുമ്പോ, ആകുലപ്പെട്ടിരിക്കുമ്പോ, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ തരിക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സമാധാനം തരും. ലോകം തരുന്നത് പോലെയല്ല, പക്ഷെ ആത്മാവ് തരുന്ന സമാധാനം. ഈ ലോകത്തിന്റെ നടുവിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ നടുവിലൂടെ ഒരു ദൈവ പൈതൽ മുന്നോട്ട് സഞ്ചരിക്കേണ്ടി വരുമ്പോ ഓരോ ദിവസവും കടന്നു പോകുന്ന അനുഭവങ്ങൾ മനസ്സിന്റെ, ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും ഒക്കെ തല്ലിക്കെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ സമാധാനം നമ്മളെ കൈപിടിച്ച് നടത്തും. ഈശോ പറഞ്ഞു ഈ ആത്മാവ് തരുന്നൊരു ആനന്ദമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ആനന്ദം. ഇതെന്താണ്? സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് അതിലും ആനന്ദിക്കാൻ പറ്റും. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വചനങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. തെസ്സലോനി സഭ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെയും ഞങ്ങളെയും ഈ കർത്താവിനെയും അനുകരിക്കുന്നവരായിട്ട് നിങ്ങൾ മാറി. കാരണം എന്താ? വളരെയധികം പീഡനങ്ങളുടെ നടുവിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ കർത്താവിന്റെ വചനം ശ്രവിച്ചു. വളരെയധികം പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും നടുവിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ സുവിശേഷം സ്വീകരിച്ചു, വചനം ശ്രവിച്ചു എന്നാണ് തെസ്സലോനി സഭയോട് പൗലോസ് പറയുന്നത്. അപ്പോ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ സഹനങ്ങളില്, സങ്കടങ്ങളില്, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളില്, നിരാശപ്പെടാൻ സാധ്യതയുള്ള അനുഭവങ്ങളില്, മനസ്സിന്റെ ബലം ക്ഷയിക്കുന്ന അനുഭവങ്ങളിലൊക്കെ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തെ വാരങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്നിൽ വസിക്ക്, ഞാൻ നിങ്ങളിലും വസിക്കും. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വാസമുറപ്പിക്കും. എപ്പോഴാ? എൻ്റെ വചനം കേട്ട് ആ വചനം പാലിക്കാൻ തുടങ്ങുമ്പോൾ. ദൈവത്തിന്റെ വചനം കേട്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആത്മാവ് നമ്മളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ആത്മാവിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കാനും പറ്റും. ഈ വിശുദ്ധ കുർബാനയിലേക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമുക്കായി തന്ന മരണം വരെ നമ്മുടെ കൂടെ നടക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. നിത്യസഹായകനായി ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. മാമോദീസായിലൂടെ നാം ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പോയാലും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ നിരന്തരം നടത്തുന്ന, കൈപിടിച്ച് നടത്തുന്ന സഹനങ്ങളിലും വേദനകളിലൊക്കെ ബലപ്പെടുത്തി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്ന സ്വർഗത്തിന്റെ ഏറ്റവും പരമോന്നതമായ വാഗ്ദാനമായ നിത്യസൗഭാഗ്യത്തിനായി, നിത്യസമ്മാനത്തിനായി നമ്മെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.